നിലവിൽ ടൂ വീലർ ഉള്ള ആൾക്കാർക്ക് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്കും ആദ്യം ഇപ്പോൾ വരുന്നൊരു ഓപ്ഷനാണ് EV എടുക്കുക എന്നുള്ളത്. അപ്പോൾ ആൾക്കാർക്ക് വരുന്ന മെയിൻ കൺഫ്യൂഷൻ ഓല എടുക്കണോ, ഏതർ എടുക്കണോ, ചേതക്ക് എടുക്കണോ, അങ്ങനെയുള്ള കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഏതർ സജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. കാരണം ഓലയ്ക്ക് ഇപ്പോൾ കുറച്ച് കംപ്ലയിൻറ്റ് കൂടുതലാണ്. കംപ്ലയിൻറ്റ് കൂടുതലെന്ന് പറഞ്ഞാൽ ഷെയർ മാർക്കറ്റിൽ തന്നെ ഇപ്പോൾ ഭയങ്കര ലോസ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ഇപ്പോൾ അറിയപ്പെടുന്നതും കംപ്ലയിൻറ്റിൻ്റെ ബേസിലാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ടായിട്ടുള്ളൊരു പയ്യൻ അവൻ്റെ വണ്ടി വേറൊരു വണ്ടിയിൽ കയറ്റിക്കൊണ്ട് പോകുന്നത് കണ്ടു. അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ വണ്ടി കംപ്ലയിൻ്റ് ആയിരുന്നു എന്ന് പറഞ്ഞു. അവൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാമെന്ന് പറഞ്ഞാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പ്ലാൻ ഇട്ടിരിക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇവൻ്റെയാണ് ഈ ഇരിക്കുന്ന ഓല. ആദ്യൻ, ഇതാണ് ആദ്യൻ. പറഞ്ഞു, വണ്ടി ഇപ്പോൾ എത്ര കിലോമീറ്ററായി? വണ്ടി ഇപ്പോൾ ആക്ച്വലി 14,000 കിലോമീറ്ററായി ഓടിയിട്ടുണ്ട്. അന്ന് എന്താണ് സംഭവിച്ചത്? അത് സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ കളിക്കാൻ വേണ്ടി എൻ്റെ ഒരു ഫുട്ബോൾ കളിക്കാൻ വേണ്ടി ഞാനും എൻ്റെ കൂട്ടുകാരും കൂടെ പോകാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. അപ്പോൾ ചാർജിൽ ഞാൻ ഇട്ടിരുന്നു, രാവിലെ ഞാൻ ചാർജ് ഇട്ടിരുന്നു. ഒരു 9 മണിക്ക് ചാർജ് ഇട്ടിട്ട് 1 മണിയായപ്പോൾ എടുത്ത് അപ്പം തന്നെ വീടിൻ്റെ കുറച്ച് ഒരു 50 മീറ്റർ പോലും ആവൂല എത്തിയതും വണ്ടി അങ്ങ് ഓടിക്കൊണ്ടിരുന്ന വണ്ടി അങ്ങ് നിന്ന്. അപ്പോഴും നമ്മൾ സ്വാഭാവികമായിട്ട് ഇത് എന്താണ് കംപ്ലൈൻറ്റ് എന്ന് അറിഞ്ഞുകൂടാ. അങ്ങനെ വണ്ടി ചാരി വെച്ച് കുറച്ച് നേരം സ്റ്റാൻഡ് ചാരി വെച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇത് ലോക്കായി, ഹാൻഡിൽ ലോക്കായി. പിന്നെ അവിടെ നിന്ന് വണ്ടി അനക്കാൻ പറ്റിയില്ല. അങ്ങനെ നമ്മൾ ഇത് അവർ പറഞ്ഞ പോലെ ഡിസ്പ്ലേ ഓൺ ആക്കി അവർ റീബൂട്ട് ചെയ്യാനൊക്കെ പറഞ്ഞു. അതൊക്കെ നമ്മൾ ചെയ്ത് നോക്കി. കസ്റ്റമർ കെയറിൽ വിളിച്ചപ്പോൾ അല്ലല്ല വിളിച്ചില്ല. അവരെ ഒരു ആപ്പ് ഉണ്ട്, അതിൽ നോക്കപ്പോൾ അവർ പറയും ഇങ്ങനെയാണ് വണ്ടി ഓഫ് ആയെന്ന്. ഇങ്ങനെ നമ്മൾ സജഷൻ കൊടുക്കുമ്പോൾ അവർ ഇങ്ങനെ സജഷൻ തരും. അങ്ങനെ നമ്മൾ ഓൺ ആക്കിയിട്ട് വണ്ടി ഓൺ ആവണല്ലോ. അപ്പോഴപ്പം തന്നെ ഹാൻഡിൽ ലോക്കായി. നമുക്ക് വണ്ടി ഒന്നും ചെയ്യാൻ പറ്റാതെ പിന്നെ വണ്ടി പിന്നെ അവിടെ വച്ചിട്ട് പോയി. വേറൊരു കൂട്ടുകാരൻ തന്നെ വേറെ വണ്ടിയിൽ പിന്നെ പോകാൻ വേണ്ടിയാണ് വന്നത്. അങ്ങനെയാണ് ആ സംഭവം. ഇതിനിപ്പോ വണ്ടി എന്തെങ്കിലും നമ്മളിപ്പോ ബേസിക് ആയിട്ട് നമ്മൾ കൊണ്ട് വണ്ടി വെക്കുമ്പോൾ തന്നെ അത് ഹാൻഡിൽ ലോക്ക് ആവുകയാണ്. ഒരു 5-10 സെക്കൻഡ് കഴിയുമ്പോൾ ഹാൻഡിൽ ലോക്ക് ആവും, ഓട്ടോമാറ്റിക്കലി ആവും. അതാണ് ഇതിന്റെ ഇത്. അങ്ങനെ ലോക്ക് ആയി കഴിഞ്ഞാൽ അതിന് വേറെ കീ ഇല്ലാത്തതുകൊണ്ട് അതും പറ്റില്ല. അതാണ് കീ ഇല്ലാത്തതുകൊണ്ടാണ് മെയിനായിട്ട് ഇതിന്റെ പ്രശ്നം. ഒരു കീ ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, നമുക്ക് എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയെങ്കിലും വെക്കാം. ഇപ്പോൾ ഒരു ട്രാഫിക്കിൽ വെച്ചാണ് ഇതുപോലെ സംഭവിക്കണമെങ്കിൽ നമുക്ക് അവിടെ വയ്ക്കാനേ പറ്റുള്ളൂ. കൂടെ ആരെങ്കിലും ഇല്ലെങ്കിൽ അത് പാടുവാണ്. അതാണ് പ്രശ്നം. ഒറ്റയ്ക്ക് മാറ്റാനുള്ള ബുദ്ധിമുട്ട്. അല്ല, ഞാൻ ചോദിക്കുന്നത് പറഞ്ഞാൽ ഇപ്പോൾ കീ ഇല്ല, പക്ഷേ ഇതിൽ നമുക്കിപ്പോൾ പാസ്വേഡ് കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് ഇതല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല. വേറൊരു ഓപ്ഷൻ ഉണ്ട്. അതും ആപ്പാണ്, അതിന്റെ ആപ്പ് തന്നെ. അത് അമ്മയുടെ കയ്യിലേ ഉള്ളൂ. ഞാൻ അത് യൂസ് ചെയ്യാൻ ഇതിന്റെ ആപ്പ് യൂസ് ചെയ്യാറില്ല. അതാ ഈ വണ്ടി കുറച്ച് ഒരു 5 മീറ്റർ അല്ല കുറച്ച് സ്ഥലത്തെത്തുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ഓൺ ആവും. കറക്റ്റ് ആ ഒരു റേഡിയസിൽ വരുമ്പോൾ അത് ഓൺ ആവേണ്ടതാണ്. പക്ഷെ അന്ന് എന്റെ ലാപ്പില്ലായിരുന്നു, ഫോണും ഇല്ലായിരുന്നു. പിന്നെ അമ്മയ്ക്ക് അത് OTP ഒക്കെ പോകും. അപ്പം അമ്മയാണ് ഇതെന്റെ അമ്മയുടെ വണ്ടിയാണ്. സത്യം പറഞ്ഞാൽ ഇത് എന്റെ വണ്ടിയല്ല. എന്നിട്ട് വണ്ടി പിന്നെ എങ്ങനെ ഇതാക്കി? പിന്നെ അവര് മറ്റേ റോഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു ഇത് ചെയ്തു. ഒരാഴ്ച എടുത്തു വരാൻ. ഒരാഴ്ചയല്ല, 2 ആഴ്ച എടുത്തു വരാൻ. നമ്മൾ വിളിച്ച് നേരത്തെ ബുക്ക് ചെയ്താലും ഇവർ ഭയങ്കര താമസമാണ് വരാൻ. വന്നാൽ അവരെ എടുത്തോണ്ട് പോയി. അങ്ങനെയാണ് പോയത്. അല്ല, എന്നിട്ട് എന്തായിരുന്നു കംപ്ലൈന്റ്? കംപ്ലൈന്റ് അവർ പറഞ്ഞ കംപ്ലൈന്റ് നമ്മൾ വണ്ടി കൊടുത്തിട്ട് തന്നെ 1 മാസം കഴിഞ്ഞിട്ടും അവർ ഒരു റിപ്ലൈ ഇല്ലായിരുന്നു. അതായിരുന്നു നമുക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. കാരണം നമ്മൾ ഈ വണ്ടി ആശ്രയിച്ചാണ് അമ്മ ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കണം. അപ്പൊ വേറൊരു വണ്ടി നമുക്ക് ഉണ്ട്, അത് പല ആവശ്യങ്ങൾക്ക് വീട്ടിലെടുക്കുകയാണ് ഇപ്പം. അപ്പോഴേ ഇത് മെയിനായിട്ട് ഇല്ലാത്തതുകൊണ്ട് അതിന്റെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അവർ പറഞ്ഞ കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിളിക്കുന്തോറും അവർ പണി നടക്കുന്നുണ്ട് മെസ്സേജ് പറഞ്ഞു അങ്ങനെ പറയുന്നത്. പക്ഷെ ഇത് എന്താണ് കംപ്ലൈന്റ് ഒന്നും അവർ പറയണല്ലോ. അങ്ങനെ അവർ പോയി. സാർ ഞാൻ ഇല്ലേ സ്ഥലത്തില്ലായിരുന്നു ഇവിടെ. അവർ പോയപ്പോൾ അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ബാറ്ററി ബാക്കപ്പിന് നമ്മൾ സമയം കൊടുത്തില്ല. അവരേതാണ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ചാർജ് ഇട്ടിട്ട് എടുത്തു എന്നാ പറഞ്ഞ കംപ്ലൈന്റ് ആണ് അവർ പറഞ്ഞത്. അതായത് ചാർജ് ചെയ്യുന്ന ഡിസ്കണക്ട് ചെയ്തോണ്ട് വണ്ടി എടുത്തു എന്ന് പറഞ്ഞാൽ ഹീറ്റ് ആയിരുന്നോണ്ട് വണ്ടി അതാണ് ഓഫായെന്നാണ് പറഞ്ഞത്. എന്തോ അങ്ങനെ ഉണ്ടോ സംഭവം? അങ്ങനെ ഞാൻ ഇതുവരെയായിട്ടും കേട്ടില്ല, ആദ്യമായിട്ട് ഞാൻ കേൾക്കണേണ്. സർവീസ് വളരെ മോശമാണ്. പേയ്മെന്റ് ഇല്ല, പേയ്മെന്റ് വാങ്ങിച്ചില്ല. വണ്ടി എടുത്തോണ്ട് പോകാൻ വേണ്ടി റോഡ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ അതിനൊരു പേയ്മെന്റ് 2,700 സംതിങ് എന്തോ വാങ്ങിച്ചു. അത് വണ്ടി വന്ന് അവർ കയറ്റിക്കൊണ്ട് അത് അവർ വണ്ടി വന്ന് കയറ്റിക്കൊണ്ട്, അത് പ്രൈവറ്റ് വണ്ടിയാണ്, അവരെ വണ്ടിയൊന്നും അല്ല. അവർ വിടുന്ന വണ്ടിയാണ്. അപ്പൊ ഇങ്ങനെ വണ്ടി വന്ന് അവർ എടുത്തോണ്ട് പോയി. വേറെ വാറണ്ടി നിൽക്കുന്നുണ്ടായിരിക്കുമല്ലോ? വാറണ്ടി ഉണ്ട്, 3 വർഷത്തെ വാറണ്ടി ഉള്ളതുകൊണ്ടാണ് അവര് ബാക്കി പണി ചെയ്തത്. അത് കോസ്റ്റ് ഫ്രീ ആയിരുന്നു. സർവീസ് സെന്ററുകാരുടെ ഒരു ആറ്റിറ്റ്യൂഡ് എങ്ങനെയായിരുന്നു? വണ്ടി തരാൻ പറ്റൂല എന്നുള്ള ഒരു ഇതാണ്? അങ്ങനെയല്ല, അവര് പറയണ വർക്ക് നടക്കുന്നു ഇങ്ങനെയാണ് പറയണം. അല്ല, നമുക്ക് വേറെ അപ്ഡേറ്റ് അവർ തന്നിട്ടില്ല. തുടക്കത്തിൽ വണ്ടി എടുക്കുന്ന സമയത്ത് അങ്ങനെ അല്ലായിരുന്നല്ലോ. വണ്ടി എടുക്കാൻ പോയ സമയത്ത് അവര് ഭയങ്കര ഇതായിരുന്നു എന്ന് പറഞ്ഞാൽ വിളിക്കുന്നു, രാവിലെ വിളിക്കുന്നു, വെൽക്കം സാർ, ഉച്ചയ്ക്ക് വിളിക്കുന്നു, വൈകുന്നേരം വിളിക്കുന്നു, എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കും. വണ്ടി ഇങ്ങനെയാണ്, ഇവിടെ വന്നു ഡെലിവറി. സർവീസിന് കൊണ്ടുകൊടുത്തിട്ട് അവരുടെ ഭാഗത്തുനിന്ന് ഒരു ഇതുപോലും ഇല്ല. ഞാൻ എൻ്റെ വേറൊരു ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന് പീരിയോഡിക് സർവീസ് ഇല്ല. ഇല്ല. ഇത് മെയിനായിട്ട് ഒരു പീരിയോഡിക്
സർവീസ് വച്ചിരുന്നെങ്കിൽ വണ്ടി ഇത്രയും പ്രശ്നം വരുമല്ലോ എന്ന് എനിക്ക് തോന്നുന്നു. ഇവർക്ക് സർവീസ് ഇല്ലാത്തതാണ് മെയിൻ ആയിട്ടുള്ള കാരണം. സർവീസ് അപ്പം നമുക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ ഇതേപോലെ കിടന്ന് ബുദ്ധിമുട്ടുക അത് മാത്രമേ വഴിയുള്ളൂ, അല്ലാതെ വേറെ ഓപ്ഷൻ എനിക്ക് തോന്നുന്നില്ല. ഇതല്ലാതെ എന്തെങ്കിലുമൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ടോ? സാധാരണ ഞാൻ ഈ ഇടയ്ക്ക് ഒരു വീഡിയോ കണ്ടതാണ്, മഴയത്ത് പോകുമ്പോഴത്തേക്ക് ഇതിൽ വെള്ളം വീണ് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി എവിടെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ലോക്കാക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. മഴയത്തും ഇത്തിരി രാത്രി ഞാൻ ഒരു ദിവസം ഫുട്ബോൾ കളിക്കാൻ പോയിരുന്നു. അപ്പൊ രാത്രി ഒരു 12 മണി 1 മണിയൊക്കെ ആയപ്പോ കളി കഴിഞ്ഞു. അപ്പൊ വന്ന് ലോക്ക് നോക്കണത് മഞ്ഞ് വീണ് സംഭവം ഇത് സ്റ്റക്കായിരിക്കുകയാണ്. പിന്നെ അവിടെ കുറെ നേരം അതിനെ തുണിയിട്ട് തുടച്ച് ചൂട് സ്ക്രീൻ ഒന്ന് ചൂടാക്കിയതിന് ശേഷമാണ് ഇത് നമ്പർ അടിച്ച് ഓണായത്. അങ്ങനത്തെ റെസ്പോണ്ട് ചെയ്യണില്ല, ടച്ച് റെസ്പോൺസ് ചെയ്യണമായിരുന്നു. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം വണ്ടി സ്റ്റാൻഡ് ഇരുന്ന് ചരിഞ്ഞങ്ങ് വീണായിരുന്നു. വീണപ്പോൾ തന്നെ സൈഡ് അത്രയും പൊട്ടിയായിരുന്നു. ഇത് ക്വാളിറ്റി ഭയങ്കര കുറവാണ്. ഇതിന്റെ ബോഡി എന്ന് പറയണ തട്ടിയാ പൊട്ടു അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ഗ്ലാസ് പോലത്തെ അവസ്ഥ, തറ വീണാ പൊട്ടു എന്ന് പറയും പോലെയാണ്. തട്ടിയാ പൊട്ടു. വണ്ടി എടുക്കാൻ പോവുകയാണ് ആൾക്കാർക്ക് വണ്ടിയെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴത്തേക്കും സജസ്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഞാൻ സജസ്റ്റ് ചെയ്യും എന്നാ ഇല്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. കാരണം മെയിനായിട്ട് ഇത് പൊക്കമുള്ളവർക്ക് ഈ വണ്ടി ആപ്റ്റ് ആണ്. പൊക്കം കുറഞ്ഞവർക്ക് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. വണ്ടി ഒന്ന് തിരിക്കാനായാലും ശരി, വളയ്ക്കാനായാലും ശരി, അങ്ങനത്തെ ഒക്കെ പിന്നെ കുറച്ച് മൈന്യൂട്ട് പ്രോബ്ലംസ് ഉണ്ട് ഇതിന് തന്നെ. ഇപ്പൊ എന്തെങ്കിലും എവിടെയെങ്കിലും പോകണമെങ്കിൽ സാധനം വെച്ചാൽ തന്നെ സാധനം ഇരിക്കത്തില്ല. സെൻട്രലായി ഒരു പോർഷൻ വന്നത്. പക്ഷെ ഇപ്പൊ പുതിയ വണ്ടിക്കൊക്കെ അത് അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട്. ആ സമയത്ത് ഇറക്കിയപ്പോൾ ഇതൊക്കെ അവർക്കൊന്ന് ശരിയാക്കാൻ വേണ്ടി, പിന്നെ ചാരി ഇരിക്കാൻ വേണ്ടി ഉള്ള ഇത് അവർ ചെയ്തിട്ടില്ലായിരുന്നു. അതിപ്പം അഡ്വാൻസ്ഡ് ആക്കി വണ്ടിയിലുണ്ട്. പക്ഷെ ഇതിനും കൂടെ ആക്കായിരുന്നു. കാരണം സേഫ്റ്റി ഇല്ല. കാരണം വണ്ടി ഒന്ന് എടുത്ത് സ്റ്റാർട്ട് ചെയ്ത് പുള്ളിയപ്പം ബേക്കിരിക്കുന്ന ആളെ ഒന്ന് തെറിക്കുകയാണ്. അത്യാവശ്യം പവർ ഉള്ളതുകൊണ്ട് തെറിക്കുക. അത് പിന്നെ ഒരു നെഗറ്റീവാണ്. പിന്നെ മെയിനായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യാത്ത ഇവരെ സർവീസ് കാരണമാണ് ഞാൻ മെയിനായിട്ട് സജസ്റ്റ് ചെയ്യാത്തത്. സർവീസ് കൊള്ളത്തില്ല. എനിക്ക് തന്നെ ഈ ഫ്രണ്ട് ഫോർക്ക് മാറ്റി തരാന്ന് പറഞ്ഞു. ഇപ്പൊ ഇത് സിംഗിൾ ആണ്. ഡബിളിന്റെ അപ്ഗ്രേഡ് വന്നു. എന്നിട്ട് ഞാൻ മൊത്തം 8 വട്ടം എന്തോ പോയി സർവീസ് സെന്ററിൽ. സാധനം വന്നിട്ടില്ല. നമ്മളിങ്ങനെ ചുമ്മാ കിടന്ന് ഓടണം. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ നമ്മൾ പോയി എല്ലാം പറഞ്ഞ് ഓക്കെ ആക്കി. ഇതിപ്പോ നമുക്ക് വാറണ്ടിയിലല്ല, നമുക്ക് അത് പറ്റൂലല്ലോ, ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഔട്ട് ഓഫ് വാറണ്ടിയിലേ വരുള്ളൂ. അതിന്റെ പേയ്മെന്റ് എന്തെങ്കിലും ആവുമെന്ന് അങ്ങനെ അവർ പറഞ്ഞായിരുന്നു? പേയ്മെന്റ് ഇല്ല, അതെല്ലാം ഫ്രീ ആയിട്ട്. അല്ല, ഞാൻ ചോദിക്കുന്നത് പറഞ്ഞാൽ ഇപ്പൊ ഈ ഒരു ജനറേഷൻ വണ്ടിക്ക് ഇറക്കിയതാണ് ഈ സിംഗിൾ ഷോക്ക് വന്നിട്ട്. ഇപ്പൊ വരുന്ന എല്ലാം ഡബിൾ ആണ്. അപ്പൊ നിനക്കിപ്പോ സിംഗിളിൽ നിന്ന് ഡബിളിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അത് വാറണ്ടി തന്നെ അവർ ചെയ്തു തരുമെന്നാണ് അവർ പറയണത്. കാരണം ഇത് 5 വർഷത്തെ വാറണ്ടി വണ്ടിക്കും 3 വർഷത്തെ വാറണ്ടി ബാറ്ററിക്കും എന്നാണ് അവർ പറയണത്. അവര് തന്നെ ഇത് പറഞ്ഞിട്ടുണ്ട്, ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം 3 വർഷത്തെ വാറണ്ടി ഉള്ളതുകൊണ്ട് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അവർ ചെയ്തു തരാന്നുള്ളത്. അതാണ് ഇല്ല, ഇപ്പോഴും സാധനം ഇല്ലെന്നാണ് അവർ പറയണത്. എല്ലാ ഷോറൂമിലും പോയിട്ടുണ്ട്. വേറെ ഇപ്പൊ നമുക്കിപ്പം ഈ ഓലെയുള്ള വേറെ ഫ്രണ്ട്സ് കാണുമല്ലോ, അവർക്കൊക്കെ ഈ സ്പെയർ മാറുന്ന സമയത്തൊക്കെ അവർക്ക് അത്യാവശ്യം സ്പെയറും കാര്യങ്ങളൊക്കെ ഇവിടെ സ്റ്റോക്ക് ആണോ? സ്പെയർ സ്റ്റോക്ക് അല്ല, ഇതാണ് പറയാ. ചിലപ്പം പറയും സാധനം വന്നിട്ടില്ല, സാധനം ഇല്ല, 1 ആഴ്ച എടുക്കും, 2 ആഴ്ച എടുക്കും. പറഞ്ഞിട്ട് വിളിക്കപ്പോ എടുക്കത്തുമില്ല പിന്നെ ഫോണ്. പിന്നെ ഇത് തന്നെ സ്ഥിരം ക്ലീശ തന്നെ. ഇതിപ്പോ ഇവിടെ മാത്രമല്ല, ഒരുവിധപ്പെട്ട എല്ലാ സർവീസ് സെന്ററുകൾക്കും ഈ ഒരു അവസ്ഥ ഇതൊന്നും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ചോദിക്കുന്ന പറഞ്ഞാൽ, വേറെ ഈ ഓലയിലോട്ട് എത്തുന്നതിന് മുമ്പ് വേറെ ഏതെങ്കിലും വണ്ടി നോക്കി ഏതിറങ്ങാനും നോക്കിയിട്ടുണ്ടായിരുന്നോ? ഇല്ല, ആദ്യമേ അമ്മ ഓല തന്നെയായിരുന്നു ആപ്റ്റ് ചെയ്തത് വെച്ചിരുന്നത്. അതുകൊണ്ട് ഓല തന്നെ അതിന്റെ ഏറ്റവും കൂടിയ വേരിയന്റ് തന്നെ ഇപ്പോൾ എടുത്ത്. സാമ്പത്തിക ലാഭമുണ്ട്. അത് ഞാൻ പറയും. സാമ്പത്തിക ലാഭമുണ്ട്, നല്ല വ്യത്യാസമുണ്ട്. കറണ്ട് ബില്ല് ഒരു 2 മാസത്തെ കറണ്ട് ബില്ല് എടുത്താൽ നമുക്ക് ഈ വണ്ടി വന്നതിന് ശേഷം ഒരു 100 രൂപ 150 രൂപയൊക്കെ കൂടിയിട്ടുള്ളൂ. എത്ര കിലോമീറ്റർ ഓടും ഒരു ദിവസം? അത് നമ്മൾ ഓടിക്കും പോലെ ഇരിക്കും. അല്ല, ചോദിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നീ ഓടിക്കുന്നതാണെന്നുണ്ടെങ്കിൽ കുറച്ച് ദൂരം ഓടുമായിരിക്കും. ഇപ്പൊ അമ്മ ഓഫീസിൽ പോകുന്നു, രാവിലെ പോകുന്നു വരുന്നു, അത്രയല്ലേ ഉള്ളൂ. അങ്ങനെ ഒരു ദിവസം ഒരു 20 കിലോമീറ്റർ അത്രേ ഓടുന്നുള്ളൂ. ഓക്കെ. അപ്പൊ 20 കിലോമീറ്റർ വെച്ച് ഇങ്ങനെ ഒരു മാസം വരുമ്പോഴത്തേക്ക് ഓരോരുത്തരെ കൈ ഇരിക്കുമ്പോൾ വണ്ടിയുടെ ഇതും മാറും. കാരണം അമ്മ ചിലപ്പം നോർമൽ ഇട്ടായിരിക്കും പോകണ, ഞാൻ എന്റെ കൈ ഇരിക്കുമ്പോ അത് സ്പോർട്സ് ഹൈപ്പർ ഇങ്ങനെ കയറി പോകും. അപ്പൊ വണ്ടി ഓരോ മാറുന്നവരും വണ്ടിയുടെ ഇത് മാറും. അപ്പോൾ കിലോമീറ്റർ ചിലപ്പോൾ കുറച്ചേക്ക് കിട്ടും. കയ്യിരിപ്പ് പോലെ ഉപയോഗിച്ച. പിന്നെ അവർ ലാസ്റ്റ് നമുക്ക് ഈ വണ്ടി അവിടെ ഇപ്പം പണി കഴിഞ്ഞിട്ട് തന്നപ്പോൾ അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്, അത് ചെയ്യല്, അതിൽ ബഗ് ഉണ്ടെന്നാണ് അവർ തന്നെ പറയുന്നത്. ഷോറൂമുകാർ തന്നെ പറയുന്നത് ആ അപ്ഡേറ്റ് ചെയ്യല്, ബഗ് ഉണ്ട്. ഇപ്പോഴും അപ്ഡേറ്റ് വന്ന് കിടപ്പുണ്ട്, ചെയ്യേണ്ട ബഗ് ഉണ്ട്. ഈ അപ്ഡേറ്റിൽ അവർ ബഗ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ അപ്ഡേറ്റിൽ എന്തൊക്കെയാണ് വരുന്നതെന്നല്ലോ അറിയാമോ? അതുമല്ല അവർ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അത് ഇങ്ങനെ നമ്മൾ ആൻഡ്രോയിഡ് അപ്ഡേറ്റ് പോകുമ്പോൾ ഇതുപോലെ നമുക്ക് ആൻഡ്രോയിഡ് അപ്ഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തൊക്കെ വരും അതെന്തെങ്കിലും കാണും. എന്തോ ഡിസ്പ്ലേ മാറുന്നു,
അല്ലെങ്കിൽ എന്തെങ്കിലും ഫീച്ചേഴ്സ് പുതിയ വരുന്നു, ചിലപ്പോൾ തീമൊക്കെ മാറുന്നു, അത്ര തീമും സൗണ്ടും അതൊക്കെ ജസ്റ്റ് മാറുന്നു, അത്ര തന്നെ, അല്ല വേറെ വലിയ മാറ്റമൊന്നുമില്ല. ഇതിന് ബാക്കി കുറച്ച് പ്ലസ് പോയിന്റ്സ് എന്ന് പറയാൻ എന്തൊക്കെയുണ്ട്? പ്ലസ് പോയിന്റ്സ് എന്ന് പറയുന്നത് മെയിനായിട്ട് കറണ്ട്, അത് തന്നെ കട്ട് ചെയ്ത്. അത് ചാർജിങ് ടൈമോ? ചാർജിങ് ടൈം ഫുൾ ചാർജ് ആവുക ഇത് 6 മണിക്കൂർ എടുക്കും. 6 മണിക്കൂർ എടുക്കും. 6 മണിക്കൂർ ഫുൾ എത്രയാണ് കമ്പനി പറഞ്ഞത്? നിനക്ക് എത്ര കിട്ടുന്നുണ്ട്? കമ്പനി എന്താ കിലോമീറ്റർ ആണോ? റേഞ്ച് 170 പറയുന്നുണ്ട്. നമുക്കൊരു എക്കോയില് 4 മോഡുണ്ട് ഇതിൽ. നമ്മൾ മോഡിൽ പോകണ അനുസരിച്ചിരിക്കും. ഏറ്റവും കുറഞ്ഞ മോഡിൽ പോയാൽ 160 ഒക്കെ കിട്ടും. നോർമലി പോവുകയാണെങ്കിൽ 120 കിട്ടും. പിന്നെ അങ്ങോട്ട് കൂടുന്തോറും ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ പിന്നെ ഇതിന്റെ വേറെ പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ബൂട്ട് സ്പേസ്. അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസ് ഉണ്ട്. 2 ഹെൽമെറ്റ് ഒക്കെ ഇരിക്കാനുള്ള ബൂട്ട് സ്പേസ് ഉണ്ട്. എല്ലാം ഉണ്ട്. അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസും ഉണ്ട്. അത്യാവശ്യം സ്പീക്കറിന് നല്ല ക്വാളിറ്റി ഉണ്ട്. അപ്പൊ നമ്മുടെ ചാനലിൽ നമ്മൾ മുമ്പ് ഒരു ചേതക്കിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ പുള്ളിക്കാരന് ഒരുപാട് എററും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതായത് ചാർജിങ്ങിന്റെ ഇഷ്യൂ ആണെങ്കിലും അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. നിനക്ക് എപ്പോഴെങ്കിലും പുറത്തും ചാർജ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഇതുവരെയായിട്ട് അതിന്റെ ഒരു ഇത് വന്നിട്ടില്ല, സിറ്റുവേഷൻ വന്നിട്ടില്ല. ഈ ചാർജ് ചെയ്തതിന് ശേഷം ഈ എന്തെങ്കിലും ചാർജിങ്ങിന്റെ ഇഷ്യൂ വന്നിട്ടുണ്ടോ? അതായത് പ്ലഗ് കണക്ട് ചെയ്യുമ്പോൾ ചാർജ് കയറുന്നില്ല, അല്ലെന്നുണ്ടെങ്കിൽ റിലീസ് ആവുന്നില്ല, അങ്ങനെ എന്തെങ്കിലും? അങ്ങനത്തെ ഒരു കംപ്ലൈന്റ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. കാരണം ഇത് നോർമലായിട്ട് അമ്മയാണ് യൂസ് ചെയ്യണം, ഓഫീസ് യൂസ് ചെയ്യണം, ജസ്റ്റ് സിറ്റി വരെ പോകാനും. അങ്ങനെ ഇത് ലോങ് അങ്ങനെ ഓടിയിട്ടില്ല. ലോങ് പോയിട്ടില്ലെന്ന് പറയാനുള്ള, പോയിട്ടുണ്ട്, എന്നാലും ചാർജ് ചെയ്യേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല. അങ്ങനത്തെ ബഗ്ഗുകളും കാര്യങ്ങളൊന്നും. പിന്നെ എപ്പോഴെങ്കിലും ഈ ഡിസ്പ്ലേ ഇതിന്റെ സോഫ്റ്റ്വെയർ എന്തെങ്കിലും ഹാങ് ആയി നിന്നിട്ടുണ്ട്. ചില ദിവസങ്ങളിൽ ഞാൻ പറയില്ല, ഇങ്ങനെ മഞ്ഞ് മഴ. അത് നമുക്കിപ്പോ മഴ അല്ലെങ്കിൽ മഞ്ഞ് ഇതൊക്കെ അടിച്ചിട്ട് ഒരു മോയ്സ്ചറിന്റെ ഇത് വെച്ച് അങ്ങനെയല്ല ഞാൻ ചോദിച്ചത്. നമ്മുടെ ഫോണൊക്കെ ഇടയ്ക്ക് ഹാങ് ആയി നിൽക്കുന്നത് പോലെ ഒരു ഇതുമില്ല, മഴയോ വെള്ളമോ ഒന്നുമില്ലാതെ ഇങ്ങനെ ഹാങ് ആയി നിൽക്കുന്ന ഒരു പരിപാടി. ഒരു വട്ടം സ്ക്രീൻ ഒന്നും കാണത്തില്ലായിരുന്നു, പക്ഷെ വണ്ടി ഓടുന്നുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു സംഭവം വന്നിട്ടുണ്ട്. അത് സർവീസ് സെന്റർ പറഞ്ഞില്ല? ഇല്ല, അത് മാറി. അത് ഒന്ന് ജസ്റ്റ് ഓടിയിട്ട് ഒന്ന് ഓഫ് ചെയ്ത് ഒന്ന് ഓൺ ആക്കിയപ്പോൾ മാറി. പക്ഷേ ഒന്ന് മീറ്റർ ഒന്നും കാണില്ല, ഫുള്ള് ബ്ലാങ്ക് ആയിരുന്നു. കംപ്ലീറ്റ് ബ്ലാങ്ക് ആയിരുന്നു. അത് ഒരുവിധപ്പെട്ട എല്ലാ വണ്ടിക്ക് പറയുന്നുണ്ട്. ആ ചേതക്കിന്റെ കാര്യം പറയില്ലേ, അതിലും പറയുന്നുണ്ട് ഈ സെയിം കംപ്ലൈന്റ് വന്നിട്ടുണ്ടെന്ന്. ഒരു വട്ടം 2 വട്ടം എന്തോ അങ്ങനെ വന്നിട്ടുണ്ട്. അങ്ങനെ വേറെ ഒന്നും വന്നിട്ടില്ല. അല്ല, സർവീസ് സെന്ററിൽ ഇപ്പം അത്യാവശ്യം ഇപ്പൊ ഏറ്റവും കൂടുതൽ കംപ്ലൈന്റ് കേട്ടോണ്ടിരിക്കുന്നത് ഈ ഓലയ്ക്കാണ്. ഏതറിന് വലിയ കംപ്ലൈന്റ് അധികം ആൾക്കാരും പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഏതറുള്ള ആൾക്കാരോട് അങ്ങനെ സംസാരിച്ചിട്ടില്ല. അപ്പോൾ എല്ലാ ആൾക്കാരും പറയുന്നത് സർവീസ് സെന്ററിൽ പോയി കഴിഞ്ഞ് ഇഷ്ടംപോലെ വണ്ടി ഇരിപ്പുണ്ട്, എന്നും കംപ്ലൈന്റ് ആണെന്നുള്ള രീതിക്കാണ് വന്ന് കയറിക്കൊണ്ടിരിക്കുന്നത്. അത് കേട്ടിട്ടുണ്ടായിരുന്നു? അത് ശരിയാണ്. അമ്മ പോയിട്ട് വന്നപ്പോൾ പറഞ്ഞായിരുന്നു കടല് കണക്ക് കിടക്കണമെന്ന് വണ്ടികൾ ഒരുപാട്. ഇവര് ഈ സർവീസ് ചെയ്യാതെ ഈ വണ്ടി എന്തിനാ പുതിയത് ഇറക്കി കൊടുക്കണേന്ന്. കാരണം സർവീസ് നല്ലതായിട്ടല്ലേ വണ്ടി വിട്ടിട്ട് കാര്യമുള്ളൂ. അതാണ് എന്ന് പറഞ്ഞാൽ മറ്റേ ബിസ്ക്കറ്റ് വാങ്ങിച്ച് തിന്ന് തീർക്കും പോലെ അവന്മാർക്ക് വിറ്റ് തീർത്തോണ്ടിരുന്ന കാര്യമില്ല. കാരണം സർവീസ് മെയിൻ്റെനൻസ് കൊടുത്താൽ കസ്റ്റമറും ഹാപ്പിയാണ്. ഇനിയും വണ്ടി വിറ്റ് പോവുകയവർക്ക്. എന്താണ് ഇങ്ങനെ? ഇപ്പൊ തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ന്യൂസിലൊന്നും കണ്ടായിരുന്നു, നല്ലത് എനിക്ക് ഷെയർ എന്തൊക്കെ കുറയാണ്. നമ്മൾ ശ്രദ്ധിക്കാറില്ല. ഷെയർ മാർക്കറ്റിലൊക്കെ ഇങ്ങനെ പോണെങ്കിൽ വണ്ടി കുറയും. അത്യാവശ്യം നല്ല വണ്ടിക്ക് ബാഡ് സർവീസ്. നല്ല വണ്ടിയാണ് സത്യം പറഞ്ഞാൽ, പക്ഷെ സർവീസും കൂടെ ഉണ്ടെങ്കിൽ. ഇത് ഇപ്പൊ എത്ര 14,000 കിലോമീറ്ററിലാണ് ഇത്രയും കാര്യങ്ങളൊക്കെ, ഇത്രയല്ല കുറച്ചേ വന്നിട്ടുള്ളൂ ഇതൊക്കെ വന്നിട്ടുള്ളത്. ഇതിനിടയ്ക്ക് വേറെ ടയർ മാറുക, ബ്രേക്ക് ജാമിങ്, ബ്രേക്ക് പാഡ് മാറുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ? ഇല്ല, ബ്രേക്ക് പാഡ് മാറിയിട്ടുണ്ടായിരുന്നു ഒരു വട്ടം. അത് ഭയങ്കര വിളിയായിരുന്നു. വണ്ടി കീ എന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് പോയി കാണിച്ചപ്പം, അതും ഇവര് സർവീസ് സെന്ററിലൊന്നും കൊണ്ടുപോയി, നമ്മൾ അല്ലാതെ ഒരു വർക്ക്ഷോപ്പിലാണ് കൊണ്ടുപോയാൽ മാറി തന്നു, ബ്രേക്ക് പാഡ് മാറി തന്നു. ഇപ്പൊ സൗണ്ട് ഒന്നുമില്ല, കാര്യങ്ങളൊന്നുമില്ല. അല്ലെങ്കിൽ കിളി വിളിക്കുമ്പോൾ പോലും ഒരു സൗണ്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. പക്ഷെ അവരെ അങ്ങനെ നമ്മൾ പുറത്തുനിന്നൊക്കെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അത് വാറണ്ടിക്ക് എഗൻസ്റ്റ് ആയിട്ട് വരൂലേ? എഗൻസ്റ്റ് ആയിട്ട് വരും, പക്ഷെ അവരെ അറിയുന്നില്ലല്ലോ. പക്ഷേ പ്രോഡക്റ്റ് അവർക്കറിയാലോ, അവർ സ്പെയറും കാര്യങ്ങളൊക്കെ എന്തായാലും കൊടുത്തിട്ട് അവര് അതൊന്നും ചെക്ക് ചെയ്തില്ലെന്ന് തോന്നുന്നു. ശരിയാണ്, സർവീസ് സെന്റർ അതൊന്നും ചെക്ക് ചെയ്യാത്തവന്മാരല്ലേ അവന്. എന്ത് മാറില്ല അവർക്ക് എന്ത്. ടോട്ടലായിട്ട് ഞാൻ ഇപ്പോൾ വണ്ടിയുടെ പെർഫോമൻസ് ചോദിക്കുകയാണ്. അതായത് പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ സസ്പെൻഷൻ ആയിക്കോട്ടെ, റൈഡിങ് കംഫർട്ട് ആയിക്കോട്ടെ, ഇപ്പം അത്യാവശ്യം ലോഡ്, ഇപ്പോൾ ഒരു 2 പേര്, ഇപ്പോൾ എൻ്റെ സൈസുള്ളതോ എന്നെക്കാൾ വലിയ സൈസുള്ളതോ ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ പിടിച്ച് ബാക്ക് ഇരുത്തിക്കൊണ്ട് പോകുമ്പോൾ വണ്ടിയുടെ ഒരു വലിവ് അതൊക്കെ നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ്? ഒരു കോർണറൊക്കെ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുമ്പോൾ ഒരു കോൺഫിഡൻസ് ഒക്കെ കിട്ടുന്നുണ്ടോ? അത് കിട്ടുന്നുണ്ട്. സത്യം പറഞ്ഞാൽ വണ്ടിയുടെ പെർഫോമൻസ് ഞാൻ 100 ഞാൻ കൊടുക്കുള്ളൂ. കാരണം വണ്ടിയുടെ പെർഫോമൻസ് അടിപൊളിയാണ്. 3 പേര് ഞാൻ 4 പേരെ കയറ്റി പോയിട്ടുണ്ട്. നമ്മള് 4 പേര് പോയിട്ടുണ്ട്. പോയാലും നമ്മൾ വണ്ടി കൺസിസ്റ്റൻസിയാണ് എന്ന് പറഞ്ഞാൽ നിൽക്കും, വണ്ടി കൈ നിൽക്കുകയും ചെയ്യും. നല്ല സ്റ്റെബിലിറ്റിയാണ് വണ്ടിക്ക്. കോർണറിംഗ് ഒക്കെ അടിപൊളിയായിട്ട് ചെയ്യാം വണ്ടി. 4 പേരെ വെച്ചിട്ടല്ല, അത് സോളോ റൈഡിൽ പോകുമ്പോൾ ചെയ്യാം. പക്ഷെ നല്ല സ്റ്റെബിലിറ്റിയാണ്. പിന്നെ
സസ്പെൻഷൻ കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. അത് തന്നെ ഈ ഇടയ്ക്ക് ഇപ്പം അമ്മ വണ്ടി കംപ്ലൈന്റ് ആയ സമയത്ത് അമ്മ ഇപ്പം വണ്ടി ആക്റ്റീവ് വേറെ ആക്റ്റീവ് ഉണ്ടായിരുന്നു, അതിലാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അമ്മയ്ക്ക് പോയതാ ഇപ്പൊ നടുവേദന ഭയങ്കര കാര്യം. കാരണം അതിന്റെ സസ്പെൻഷൻ ശീലിച്ചിട്ട് പെട്ടെന്ന് അതിലോട്ട് പോയപ്പോൾ നല്ല വ്യത്യാസമുണ്ട്. കാരണം നമ്മളെ ഇപ്പോഴത്തെ റോഡ് അറിയാല്ലേ, എവിടെ നോക്കിയാലും ശരിയാണ്. നല്ല വണ്ടി ഉണ്ടായിട്ടും കാര്യമില്ല, കംപ്ലൈന്റ് ആയി പോകും. അത് വെച്ച് നോക്കി സസ്പെൻഷൻ ഒക്കെ അടിപൊളിയാണ്. വണ്ടിയുടെ വലിവ് തേരിയൊക്കെ കയറാനൊക്കെ മോഡ് മാറ്റി കൊടുത്താൽ അടിപൊളി. ഹൈപ്പറിന്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട്? ഹൈപ്പർ തീയാണ്, കത്തി നിൽക്കും, മിന്നൽ മുറിൽ ഇങ്ങനെ പോവാ. ഈ വണ്ടിക്ക് വന്ന മെയിൻ കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെ കംപ്ലൈന്റ് ആക്കിയിട്ട് കുറച്ച് കഴിയുമ്പോൾ ഇത് തന്നെ ശരിയാവും. അങ്ങനത്തെ കുറച്ച് കംപ്ലൈന്റ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഇതിന്റെ ചാർജിങ് പോർട്ട് ഓപ്പൺ ആവൂലായിരുന്നു, കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ അത് ഓപ്പൺ ആവും. ചില നേരം ബഗ് അടിച്ചിരിക്കും. പിന്നെ സ്ക്രീൻ ഞാൻ പറഞ്ഞു മഞ്ഞ് വീട് അങ്ങനെ പിന്നെ ഫേസ് ചെയ്ത വേറെ വലിയ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഫോർക്ക് മാറാൻ പോയത് തന്നെ. അവിടെ ചെല്ലപ്പോ അവര് പറയുന്നു സാധനം ഇല്ല, അവിടെ പോകണം. അങ്ങനെ അവിടെ പോകും. അവിടെ പോകുമ്പോൾ അവർ പറയും ഇപ്പൊ തീർന്നതേ ഉള്ളൂ, നിങ്ങൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് വരാം, അല്ലെങ്കിൽ വിളിച്ചിട്ട് വരാം. വിളിച്ചവർ ഫോൺ എടുക്കത്തില്ല. വീണ്ടും അവിടെ പോകുമ്പോൾ പറയാം അടുത്ത് ഇവിടെ ഉണ്ട് സ്ഥലമെന്ന്. ഈ സ്ഥലത്തെല്ലാം കൂടെ പോയിട്ട് വരുമ്പോൾ തന്നെ ചാർജ് തീർന്ന് ഞാൻ വഴി കിടക്കും. അതായിരുന്നു മെയിൻ പ്രോബ്ലം. ഗവൺമെന്റ് ഓഫീസിൽ പഞ്ചായത്ത് കയറുമ്പോൾ അവിടെ പോയി ഇവിടെ പോയി ഇങ്ങനെ അതുപോലത്തെ ഒരു ഇതായിരുന്നു മെയിനായിട്ട് ഫേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം. ഇല്ലായിരുന്നു ഈ ചെറിയ ചെറിയ ബഗ്ഗല്ല, ചെറിയ ചെറിയ കംപ്ലൈന്റ് ഒക്കെ വരുമ്പോഴത്തേക്കും കൊണ്ടുപോയാൽ അവർ ചെയ്യുമായിരുന്നു. കസ്റ്റമറിനെ അവര് വാങ്ങാൻ നേരത്ത് ഭയങ്കര സ്നേഹവും കാര്യങ്ങളും. കംപ്ലൈന്റ് നേരത്ത് വേണമെങ്കിൽ ചെയ്തു തരാം, അവിടെ ഇട്ടിട്ട് പോ എന്നൊക്കെ പറയുന്ന ഒരു ഇതാണ്. ഒരു ഉത്തരവാദിത്വമില്ല. മെയിനായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. പോട്ടെ, എന്നാ കംപ്ലൈന്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഹാപ്പിയാണോ? കംപ്ലൈന്റ് അത് പിന്നെ വന്നിട്ടില്ലല്ലോ? ഇല്ല, അത് പിന്നെ അതിന് ശേഷം കംപ്ലൈന്റ് ഒന്നും ഇതുവരെയായിട്ട് ഇപ്പം ഒരു കംപ്ലൈന്റ് വന്നിട്ടില്ല. പെട്രോളിൽ നിന്ന് ഇതിലോട്ട് മാറുന്ന സമയത്ത് എന്തായിരുന്നു ഒരു മനസ്സിലെ ഒരു സംഭവം? അതായത് പുതിയ ഒരു ടെക്നോളജിയിലോട്ട് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുകയാണ്, ആൾക്കാർ നെഗറ്റീവ് ഒക്കെ പറഞ്ഞായിരുന്നു. നെഗറ്റീവ് പറഞ്ഞു ചേട്ടാ. ഇപ്പൊ എന്ത് സാധനം നമ്മൾ സൊസൈറ്റിയിൽ ഇറക്കിയാലും എല്ലാത്തിനും നെഗറ്റീവാണ്. അതുപോലെ ഇതിന് നെഗറ്റീവാണ്. കാരണം ഇനിയുള്ള കാലത്ത് ഇതേ ഉള്ളൂ. അത് വേറൊരു കാര്യം. പെട്രോളൊക്കെ ഇപ്പൊ തീരും. പിന്നെ നമുക്ക് അതിൽ നിന്ന് ഇതിലോട്ട് വരുമ്പോൾ ഒരു ചെറിയ ഒരു ഇതുണ്ട്. എന്നാലും ഇത് കൊള്ളാം. ഫ്യൂച്ചറാണ്. ഇനി ഇത് തന്നെ, ഇതിന്റെ ലോകം തന്നെ. ഇനി അങ്ങോട്ട് എല്ലാവരും മാറും. എല്ലാ ആൾക്കാരും അതിനെ പറയുന്നത്. പക്ഷേ ഇപ്പോഴും ഞങ്ങളിപ്പോൾ വീഡിയോ ഇടുമ്പോൾ വീഡിയോയ്ക്ക് താഴെ ഒരുപാട് ആൾക്കാർ വന്നിട്ട് കമന്റിൽ ഘോരം ബാധിച്ചിട്ട് പോകുന്നുണ്ട്. ഈ പൈസക്ക് നമുക്ക് ഇറങ്ങി തള്ളിയാൽ പോരെ, ഇത് നമുക്ക് പെട്രോൾ അടിക്കുന്ന സമയത്തിന് 5 മിനിറ്റിൽ കാര്യം തരും, ഇത് 6 മണിക്കൂർ ചാർജ് ചെയ്തിട്ട് നമ്മൾ കണക്ക് കൂട്ടി പോകണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വരുന്നുണ്ട്. അങ്ങനെ ആരെങ്കിലും നിന്റെ അടുത്ത് നേരിട്ട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല കേട്ടോ. അങ്ങനെ ഞാനും ഇങ്ങനെ റീൽസ് കണ്ടിട്ടുള്ളപ്പോൾ കണ്ടിട്ടുണ്ട് ഓല ഇങ്ങനെ തള്ളുന്നു. അപ്പോൾ എന്റെ കൂട്ടുകാരെ കഴിച്ചു തരും എന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് അടുത്ത് എന്റേതാവും. ആ ഒരു പേടിയുണ്ടോ? ആ ഒരു പേടി ഉണ്ടായിരുന്നു. അത് കണ്ടതിന് ശേഷം. പക്ഷെ ഒരു വട്ടം ഫേസ് ചെയ്തു. അപ്പൊ പേടിയില്ല, എവിടെയെങ്കിലും വെച്ചിട്ട് അങ്ങ് പോവാം. തീ പിടിക്കുന്നതാണ്. ഇടയ്ക്ക് വെച്ച് ഒരു സീസൺ ഉണ്ടായിരുന്നു, തീ പിടിക്കുന്ന സീസൺ. ഇപ്പൊ ഷോറൂം കത്തിച്ച സീസൺ വരെ ഉണ്ടായിരുന്നു സർവീസ് സെന്ററിൽ ഈ ഇടയ്ക്ക് തമിഴ്നാട്ടിൽ. അത് ഓലക്കായിരുന്നു. ഓലക്കായിരുന്നു. സർവീസ് ശരിയല്ലെന്ന് പറഞ്ഞത് ഓല. നീ എങ്ങനെ കത്തിക്കാൻ പോകും? ഇല്ല. ഓക്കെ. അല്ല, തീ പിടിക്കുന്നുള്ളൊരു പേടി ഇടയ്ക്ക് വെച്ച് എല്ലാവർക്കും ഉണ്ടായിരുന്നു. നിനക്കുണ്ടായിരുന്നു അത്? എനിക്ക് ആദ്യം കണ്ട സമയത്ത് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അങ്ങനെ യൂസ് ചെയ്യണം. ഈ മിക്കവരും കത്തണെന്ന് പറഞ്ഞാൽ അവർ ഓവർ യൂസ് ചെയ്യണം. ഓട്ടോ ആയിരിക്കും. അവര് ഓരോ മോഡലായിരിക്കും. വണ്ടിക്ക് ഒരു റെസ്റ്റ് കാണുമല്ലോ, ഒരു റെസ്റ്റ്. EV എന്നും പറഞ്ഞാൽ നമ്മൾ പെട്രോൾ കണക്ക് ഓടിച്ചാൽ പോരല്ലോ, അതിനൊരു റെസ്റ്റ് കൊടുക്കണ്ടേ നമ്മള്. അതായത് നമ്മളിപ്പോൾ പെട്രോൾ വണ്ടിക്ക് നമ്മൾ പെട്രോൾ അടിച്ച് പോകുന്നത് ചാർജിങ് ആയതുകൊണ്ട് കുറച്ച് സാമ്പത്തിക ലാഭം ഉള്ളതുകൊണ്ട് കൂടുതൽ മാക്സിമം ഓടിച്ച് അതിന് ബാറ്ററി ഇത്രത്തോളം ചൂടാവും തോറും ചിലപ്പം ഹീറ്റ് ആവാൻ തോന്നും. നമ്മൾ അങ്ങനെ ഉപയോഗിക്കുന്നില്ല. പക്ഷേ നല്ല വൃത്തി ചെയ്ത് ഓടിച്ച് ഒരു റെസ്റ്റ് ഇല്ലാതെ ഓടിച്ചാൽ ഇതേ അവസ്ഥ സംഭവിക്കാം. അപ്പൊ മുന്നിൽ കാണുന്നുണ്ടോ അങ്ങനെ ഒരു സംഭവം? എല്ലാം നമ്മൾ കണ്ടു വെച്ചിട്ടുണ്ട്. എപ്പോഴായാലും വഴിയിലാവുമെന്ന് ഇപ്പം മനസ്സിലായി. അപ്പൊ ഈ എടുക്കുന്ന ആൾക്കാരുടെ അടുത്തും പറയുന്നതാണ്, ഇതാണ് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക, എപ്പോഴാണോ എന്തെങ്കിലും സംഭവിക്കാം. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ആദ്യത്തിന് നമ്മുടെ അടുത്ത് പറയാനുള്ളത്. ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യാനുള്ള കാരണം ഇത് തന്നെയാണ്. കുറച്ച് ആൾക്കാർക്ക് ഓല എടുക്കണമെന്നുണ്ട്, കംപ്ലൈൻറ്റ് കേട്ട് പേടിയാവുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ മെയിനായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു 2 വീലറുണ്ട്. അപ്പോൾ ഈ ഒരു EVയിലോട്ട് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ നമുക്കൊരു 100 രൂപ 150 രൂപ ആ റേഞ്ച് മാത്രമേ നമുക്ക് എന്താണ് ചിലവ് വരുന്നുള്ളൂ. ഇതിനാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് വെച്ചുള്ള മെയിൻ്റനൻസ് ഒന്നും ഇല്ലല്ലോ അധികം. വലിയ മെയിൻ്റനൻസും കാര്യങ്ങളൊന്നും വരുന്നുമില്ല. അപ്പോൾ കുറച്ച് സാമ്പത്തിക ലാഭമാണ്. നമുക്കിപ്പോൾ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ചാർജ് ചെയ്യാൻ കുത്തിയിട്ട് കഴിഞ്ഞാലും രാവിലെ എടുത്തുകൊണ്ട് പോകാം. എന്തുകൊണ്ട് ലാഭം? ആ ഒരു കൺസെപ്റ്റ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നല്ലതാണ്. പിന്നെ ഈ സർവീസ് സെൻറ്റർ ചോദിച്ച എല്ലാ ആൾക്കാരും പറയുന്നത് സർവീസ് സെൻറ്ററിൻ്റെ കേസാണ്. സർവീസ് സെൻറ്റർ കത്തിച്ച സംഭവം ഉള്ള നാടാണ്. അപ്പോൾ സർവീസും കൂടെ കുറച്ചുകൂടെ ബെറ്റർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഒരുപാട് ആൾക്കാർ പറഞ്ഞു കേട്ടത് അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.
ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഓല ഉണ്ടെങ്കിലോ അവർക്ക് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിലോ അവർക്കൊക്കെ ഈ കാര്യങ്ങളും കൂടെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് എഴുതുക. എന്തായാലും നിങ്ങൾക്ക് തോന്നുന്ന കാര്യം അതൊന്ന് കമൻറ്റായിട്ട് എഴുതുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എല്ലാം ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.